സാർ ഇവരുടെ കോപ്പി അടിച്ചത് പിടിച്ച് എന്നിട്ട് നാളെ പ്രിൻസിപ്പളിനടുത്ത് പറയുമെന്ന് പറഞ്ഞിടത്തല്ലേ. അന്ന് വൈകിട്ടെന്ന് പറഞ്ഞാൽ ഇമി ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിറ്റേന്ന് എന്തായാലും സ്കൂളിൽ നിന്ന് പുറത്താക്കുക, ആ റെഡ് മാർക്ക് വെച്ച് എങ്ങും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ മെഡിക്കൽ ലൈഫ്, അവൾ സ്വപ്നം കണ്ട ജീവിതം ഒന്നും അവൾക്ക് കിട്ടത്തില്ല. അവൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും ജെയ്ഡ് ഒരു റെഡ് കാറിനകത്ത് അവരുടെ വീടിന് മുമ്പിൽ നിർത്തുന്നിട്ട് എമീനെ ഇങ്ങനെ പെട്ടെന്ന് വിളിക്കും, വാ വാ എമീ, ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നീ വാ എന്ന് പറഞ്ഞ് വിളിക്കും. എമീ ഒന്നാമത് നിന്നായിട്ടുള്ള കൂട്ടെല്ലാം വിട്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അവൾ ലാസ്റ്റ് പോട്ടെന്ന് പറഞ്ഞാൽ അവളെ വണ്ടിക്കകത്ത് കയറി പോവും. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഒരു പറപ്പിക്കലായിരിക്കും അവൾ. ഇങ്ങനെ അവൾ വണ്ടി ഓടിച്ച് കൊണ്ട് നിർത്തുന്ന ഒരു വീടിൻ്റെ ബാക്ക് യാർഡിലായിരിക്കും. ബാക്ക് യാർഡിൽ ചെന്നിട്ട് ഒരു മതിൽ വഴി അകത്ത് കയറും. പുറകിലത്തെ വാതിൽ തുറന്നായിട്ടിങ്ങനെ കിടക്കുന്നത്. അകത്ത് ചെന്ന് ഇവളിങ്ങനെ ഇങ്ങനെ പതുക്കെ ആയിരിക്കും കയറുന്നത്. അകത്ത് ചെന്ന് നോക്കുമ്പോഴുണ്ട് സാർ അവിടെ കെട്ടിയിട്ട് സാറിനെ അവിടെ ഇട്ടേക്കുന്നു. സാറിൻ്റെ തലയിൽ നിന്ന് ചോര വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സാർ ഇങ്ങനെ തലപൊക്കി നോക്കുന്നുണ്ട്. ഇവരെ കണ്ടിട്ട്, നിന്നെ രണ്ടെണ്ണത്തിന് ഞാൻ പണിയുന്നുണ്ടടി, നീ ഇവിടുന്ന് എന്നെ അഴിച്ചു വിടത്തില്ല, അന്ന് നിനക്ക് പണി കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. ആകെ ഞെട്ടിപ്പോയി. ആൻഡ് ജെയ്ഡ് പറയുന്നത് എന്താ, അപ്പോഴും പറയുന്നത് അവൾ, ഞാൻ നിന്നെ കൊല്ലൂടാ, നീ പിന്നെ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ, നിന്നെ ഞാൻ കൊല്ലൂ എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് അവിടെ തോന്നി, നിനക്ക് എന്ത് ഭ്രാന്താണ്, നീ എന്തു കാണിക്കുക എന്നുള്ള രീതി നിൽക്കുക. പക്ഷേ ഇവർക്ക് ഇല്യൂഷൻ ഉണ്ടാവാണ്. ഇവിടെ അടുത്തിരുന്ന ഒരു കൊച്ചിങ്ങനെ നിൽപ്പുണ്ട്. അന്നേരത്തേനും ഇവിടുത്തെ ആ കൊച്ചു പറയുന്നത് എന്താ, നീ ഇത് ചെയ്യുക, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നിനക്ക് ലൈഫ് ഉണ്ടാണെങ്കിൽ ആൾ ഇല്ലാണ്ടായാലേ പറ്റൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ജെയ്ഡ് ഇവിടെ നേരെ ഒരു കത്തി നീട്ടിട്ട് പറയാം, നീ തന്നെ ഈ ഹോണർ ചെയ്യുന്നു അതോ ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവിടെ നേരെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഇവൾ കത്തി നീട്ടും. ഇവൾ ഇതെല്ലാം കണ്ടിട്ട് പേടിച്ചിട്ട് ഇറങ്ങി ഓടി അമ്മയെടുത്ത് എന്നിട്ട് എന്ന് പറയും, ഇങ്ങനെ എല്ലാം സംഭവിച്ചെന്ന് പറയും. അന്നേരമാണ് ജെയ്ഡിനെ മെൻ്റൽ അസൈലത്തിലാക്കുന്നത്. അങ്ങനെയാണ് അവൾ അവിടെ വരുന്നത്. പ്രസൻറ്റ് ഡേയിലേക്ക് വരുമ്പം ഇവർക്ക് ഡൗട്ട് അടിക്കും, വില്ലാണോ ജെയ്ഡിൻ്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇവിടെ ഇന്ന് റയാനെടുത്ത് ചോദിക്കും, വില്ലും ജെയ്ഡും തമ്മിൽ വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പം റയാൻ പറയും, എനിക്ക് തോന്നുന്നു എന്തോ ഉണ്ടെന്ന് തോന്നുന്നുള്ള രീതിയിൽ പറയും. ഇവൾ ഉടനെ ജെയ്ഡിൻ്റെ റൂമിൽ പോകും. എന്നിട്ട് ചോദിക്കും, എന്തോ ഭാവിച്ചത്, നിനക്ക് അറിയാമല്ല വില്ലിൻ്റെ കാര്യം, വില്ല് ഇല്യൂഷൻ കേൾക്കുന്ന, ഇങ്ങനെ അടുത്തിരിക്കുന്ന ആൾക്കാരെ കൊല്ലുന്നുള്ള രീതിയിൽ ഇല്യൂഷൻ കേൾക്കുന്ന ആളാണ് ഇങ്ങനെ പറയും. അപ്പോൾ ജെയ്ഡ് ഓ എന്നുള്ള രീതിയിൽ എന്തെന്ന് പറയും, നീ കള്ളം പറയാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ തമ്മിൽ റിലേഷൻ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ജെയ്ഡ് പറയും, ഇല്ലടാ അവൻ പാവമല്ലേ എന്നുള്ള രീതി ഇങ്ങനെ പറയുമ്പോൾ ഇവൾ ചോദിക്കും, അവൻ ഇപ്പോൾ മെഡിക്കേഷൻസ് പോലും എടുക്കുന്നില്ല, നീ കാരണമാണോ അതെന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പം ജെയ്ഡ് പറയും, അവൻ മെഡിക്കേഷൻസ് എടുക്കാത്തപ്പോഴല്ലേ കൂൾ എന്നുള്ള രീതിയിൽ പറയും. അന്നേരത്തേക്ക് എവി ഇങ്ങനെ ചോദിക്കും, അവൻ ആൾക്കാരെ കൊല്ലാൻ നിൽക്കുന്നതാണ് നീ കൂളെന്ന് നീ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. നമ്മൾ പറയും, അവൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ എമി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, അവൻ എന്തോരം ഡേഞ്ചറസ് ആണ്. അവൻ്റെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ അറിയാതാണെങ്കിൽ കൊല്ലു എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, അവൾ അറിയുന്നു. എന്തായാലും ഇത് ജെയ്ഡിന് കുറച്ച് മനസ്സിലാവുന്ന പോലെ എമിക്ക് തോന്നും. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് മേരി കമ്മിങ്ടൻ്റെ റൂമിലൊന്ന് നോക്കാന്നുള്ള രീതിയിൽ കയറും. കാരണം അവൾക്ക് ഇട്ടേക്കുന്ന അറ്റീവൻ്റെ ഡോസാണ്. അപ്പോൾ റെസ്പിറേറ്ററിയിലായിട്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കാന്നുള്ള രീതിയിൽ ചെല്ലുമ്പോൾ ബ്ലാങ്കറ്റ് ഫുള്ള് പുതച്ചിട്ടായിരിക്കും അവൾ കിടക്കുന്നത്. അപ്പം ഇവൾ ചെന്നിട്ട് മേരീൻ്റെ ബ്ലാങ്കറ്റ് ഇങ്ങോട്ട് മാറ്റും. അപ്പോൾ ഉണ്ട് അവിടെ ആരുമില്ല. അവൾ ഇവിടുന്ന് ഇറങ്ങി ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആളവിടെ ഉണ്ടോ. പക്ഷേ അവിടെ ആരും കാണില്ല. അവൾ ഹാർട്ട് ബീറ്റ് കൂടി വരും. അവൾ തിരിച്ചു വരുമ്പോൾ ഉണ്ട് ഡോറിൻ്റെ അവിടെ ഒരു ആൾ രൂപം. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇവളെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം കൂടി പൊട്ടി തെറിക്കാറാവും. അപ്പോൾ നോക്കുമ്പോഴുണ്ട് വില്യമായിരിക്കും അവിടെ നിൽക്കുന്നത്. ഇവൾ ആകെ ആ റൂമിൽ ഒറ്റയ്ക്ക്, വില്യം മാത്രം അവിടെ, മേരിയോട്ട് കാണുന്നുമില്ല. ഇപ്പോൾ ആകെ പേടിച്ച് ഇവിടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമായിരിക്കും. അപ്പം അവിടെ ഒരു വിൻഡോ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് ചാടിയാലും 9th ഫ്ലോറിൽ നിന്ന് ചാടണം, അവൾ ചത്തു. അതുകൊണ്ട് പിന്നെ അവൾ അവിടെ നിൽക്കുമായിരിക്കും, എൻ്റെ അടുത്തോട്ട് വരല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ ഇങ്ങനെ നോക്കിയിട്ട് പറയും, അവന് മനസ്സിലാവത്തില്ല. അപ്പം നീ എന്തോ മേരി ചെയ്തതെന്നുള്ള രീതിയിൽ ചോദിക്കും. അന്നേരം ഇവൻ പറയും, ഞാൻ എന്തോ ചെയ്തെന്നാണ് നീ പറയുന്നത്, നീ ഇങ്ങോട്ട് കയറിയെന്ന്, എനിക്കിവിടെ നടക്കുന്ന എന്തോ ആണെന്ന് എനിക്കൊരു പുല്ലും മനസ്സിലാവില്ല. അപ്പം ഞാൻ നീ എന്തോ നിൻ്റെ അടുത്ത് ചോദിക്കാന്നുള്ള രീതിയിൽ വന്നതാണ്, നീ ഇപ്പോൾ എന്ത് പുതുതായിട്ട് പറയുന്നത്, മേരി എവിടെ പോയി എന്നുള്ള രീതി അവൻ അപ്പോഴായിരിക്കും ബെഡിലോട്ട് നോക്കുന്നത് തന്നെ. അന്നേരത്തേന് ഇവൾ പറയും, എനിക്ക് നിന്നെ നല്ല ഡൗട്ടുണ്ട്, എന്തോ പറഞ്ഞാലും എന്നുള്ള രീതി പറയും. അന്നേരത്തേന് ഇവൻ പറയും, ഞാൻ എല്ലാം പറയാം, ഒന്ന് വരും, എൻ്റെ മുറിയിലോട്ടൊന്ന് വരും, എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം എന്നുണ്ടെന്ന് പറയും. എന്തെങ്കിലും ഇവർ മുറിയിൽ പോകുമ്പം ഇവളെല്ലാം കേൾക്കാൻ തയ്യാറായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു തുടങ്ങും, ഞാൻ ശരിക്കും ഒരു പേഷ്യൻ്റ് അല്ല, എനിക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ ആ വോയിസ് ഇതുവരെയും കേട്ടിട്ടില്ല. ഞാൻ ശരിക്കും ഒരു സ്ക്രിപ്റ്റ്, ഷിസോഫ്രീനിയ ഉള്ള ആളെങ്ങനെ പെരുമാറും എന്നുള്ളൊരു സ്ക്രിപ്റ്റ് പഠിച്ച് അത് ആ എമർജൻസി വാർഡിന് മുമ്പിൽ പോയിട്ടൊന്ന് കാണിച്ച് അവരെന്നെ ഇവിടെ ആക്കി, അതാണ് സത്യം എന്ന് പറയും. ഇവനെ നീ ഇനി പുതിയ കഥയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വില്യം പറയും, ഇല്ലടാ ഞാനൊരു റിപ്പോർട്ടറാണ്, ഞാൻ ഈ ഊബറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ റിപ്പോർട്ടറായിരുന്നു. റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതിൻ്റെ തന്നെ ന്യൂയോർക്ക് ടൈംസോ അങ്ങനെ എന്തൊരു പേര് പറയുന്നുണ്ട്, അതിനകത്ത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതിനകത്താണ് വർക്ക് ചെയ്യുന്നത്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടാകുന്ന ഞാൻ അടിച്ച് നിന്നെ കാണിച്ചു തന്നേന് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ഞാനിങ്ങനെ ഇവിടുത്തെ നടത്തിപ്പ് ശരിയല്ല എന്നുള്ളൊരു ഇത് കേട്ടിട്ടാണ് ഇവിടോട്ട് വരാമെന്നുള്ള രീതിയിൽ വന്നേ. എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ഒന്നുകിൽ ഇവിടുത്തെ പേഷ്യൻസ് കഴിഞ്ഞിട്ടുള്ള ഇവിടുന്ന് ഇറങ്ങിയ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനേ പറ്റൂ. പക്ഷേ അത് നടക്കുന്നൊരു കാര്യമില്ല. അവരുടെ ഒരു ഇല്യൂഷൻസിനെ പറ്റിയല്ല എനിക്കറിയേണ്ടത്, എനിക്ക് അതിനെപ്പറ്റിയുള്ള ശരിയായ കാര്യം അറിയണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ ഇവിടേക്ക് വരാമെന്നുള്ള രീതിയിൽ വന്നതാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എമ്മി ജെയ്ഡിൻ്റെ കാര്യം എടുത്തിടും, നിങ്ങൾ തമ്മിൽ റിലേഷൻ അല്ലേ എന്ന് പറഞ്ഞ് എടുത്തിടും. അപ്പോൾ വില്യം പറയും, ഏത് അപ്പുറത്തെ റൂമിലെ സൈക്കോ പെണ്ണെന്ന്. നിനക്കുമല്ല ഭ്രാന്തും ഉണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുക. എന്ന് വെച്ചാൽ ഞാനിവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത്, ഞാനിതിനെ ഇവിടെ
മെഡിക്കേഷൻ നിൽക്കുന്ന ഒരു പെണ്ണുമായിട്ട് റിലേഷൻ വെക്കുന്നത് നിനക്കെന്താ ഭ്രാന്താന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പം എമി ഇങ്ങനെ പറയും, നിങ്ങളെ അമ്മ മേരി ഇന്നലെ മെഡിക്കേഷൻ കുത്തിവെച്ച ഓർമ്മയുണ്ടോ, അപ്പം നിങ്ങളെ അമ്മ കൈയും കൈയൊക്കെ കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ പറയും. അന്നേരത്തേന് ഇവൻ പറയും, അങ്ങനെയല്ലടാ, അവൾ എന്തോ അപ്പോൾ നല്ല ഷോക്കിലാണ് നിന്നേന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ എൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ പിന്നെ എനിക്ക് മാറ്റാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞെന്ന് ഇങ്ങനെ പറയും. അപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ ഇവനെ വിശ്വാസമാവും. സത്യം പറഞ്ഞാൽ അവൾക്ക് തോന്നാൻ. അപ്പോഴത്തേന് നല്ല മുട്ടിയേക്കും വാതിലിൽ. എന്നിട്ട് ജെയ്ഡായിരിക്കും തുറക്കുന്നത്. എന്നിട്ട് ജെയ്ഡ് ഇങ്ങനെ ചോദിക്കും, നീ എവിടെയായിരുന്നു ഇത്രയും നേരം, ഞാൻ നിന്നെ അന്വേഷിച്ചത് എവിടെയൊക്കെ നടന്നെന്നറിയുമെന്നാണ് ഇവളെ ഇങ്ങനെ വിളിക്കും. വില്യത്തിൻ്റെ അടുത്ത് ഇപ്പം വരാമെന്നുള്ള രീതി പറഞ്ഞിട്ട് ജെയ്ഡല്ല എമി അവിടെ നിന്ന് ഇറങ്ങും. ജെയ്ഡ് എമി എന്നിട്ട് ജെയ്ഡും കൊണ്ടുവന്ന് ഇവളെ റയാനയുടെ അടുത്തോട്ട്. പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ജെയ്ഡ് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് ഇവളെ, വില്യത്തിൻ്റെ അടുത്ത് പോയേനെ, നിനക്ക് തന്നെ അറിയാം, നീ തന്നെ എൻ്റെ അടുത്ത് എന്തോരം ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ട് നീ അവൻ്റെ കൂടെ പോയിരിക്കുന്നു എന്നുള്ള രീതി സംസാരിക്കും. എന്നിട്ട് റയാനയുടെ അടുത്ത് എന്നിട്ട് ഇവർ മൂന്നേരോടെ കൊണ്ടുവന്ന് ഇവളെ കൊണ്ടുവന്ന് മേരിയുടെ റൂമിലോട്ടാണ്. മേരിയുടെ റൂമിൽ ചെന്ന് ലൈറ്റ് ഇടുമ്പോഴുണ്ട് ബെഡിൽ ഫുള്ള് ചോര, വോളിൽ ഭയങ്കര ചോര. നേരത്തെ എമി വന്നപ്പം ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴാണ് അത് ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നത്. അങ്ങനെ കണ്ടപ്പോൾ കൂടി എമി ആകെ ഞെട്ടും. എന്നിട്ട് എമി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, വില്യോ ലാസ്റ്റ് ഞാനിവിടെ കണ്ടെന്നുള്ള രീതി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വില്യത്തിൻ്റെ റൂമിലോട്ട് ഡോക്ടർ ബെക്കും ഇവളും റയാനയും കൂടി ചെല്ലും. അപ്പോൾ തന്നെ വില്യത്തിന് കാര്യം മനസ്സിലാവും, എന്തൊക്കെയോ പണി വരുന്നുണ്ടെന്നുള്ള രീതിയിൽ. അന്നത്തേന് ഡോക്ടർ ബെക്ക് ഇങ്ങനെ വന്നിട്ട് പറയും, നീ മെഡിക്കേഷൻ എടുക്കുന്നില്ല, അല്ല ഡോക്ടർ ബെക്ക് വന്നിട്ട് ആ ബുക്ക് ഇങ്ങനെ തുറക്കും. എന്നിട്ട് മെഡിക്കേഷൻ ഇങ്ങനെ കാണിക്കും. അന്നേരത്തേന് വലിയ ആകെ വെളുത്താണ്. എന്നിട്ട് ഡോക്ടർ ബെക്ക് ഇങ്ങനെ മെഡിക്കേഷൻ എടുക്കാതിരുന്ന എങ്ങനെ ശരിയാവുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കതിന് ഇൻട്രാവീനിയസ് ആയിട്ട് കൊടുക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ബെക്ക് ഇവൻ്റെ റൈറ്റ് ഹാൻഡിൽ പിടിക്കും, റയാൻ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കും. റയാനയുടെ പോക്കറ്റിൽ സിറിഞ്ച് കാണും. അപ്പം റയാൻ ഇങ്ങനെ എമീൻ്റെ അടുത്ത്, എമി എന്തോ ചെയ്യണം അറിയാണ്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ എമീൻ്റെ അടുത്ത് പറയും, എൻ്റെ പോക്കറ്റിൽ നിന്ന് സിറിഞ്ച് എടുത്ത് കുത്താൻ പറയും. ഇവള് ഇങ്ങനെ ഞാൻ കുത്തണം എന്നുള്ള രീതി ഇങ്ങനെ നോക്കുമായിരിക്കും. അന്നേരത്തേന് റയാൻ ഇങ്ങനെ ഒരു കുത്ത് ഇവർ രണ്ടുപേരും പിടിച്ച് വെച്ചേക്കുമല്ലേ, പക്ഷേ എനിക്ക് എളുപ്പത്തിൽ കുത്താം, എന്നാലും എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പക്ഷേ അവൾ ആ സിറിഞ്ച് എടുക്കും. എന്നിട്ട് കുത്താൻ നിൽക്കുമ്പോൾ പുറയിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടും. ഇവളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ജെയ്ഡിൻ്റെ ഒരു സ്മർക്ക് കാണും. പെട്ടെന്ന് തിരിയുമ്പോൾ കാണുന്നത് അങ്ങനെ ഒരു കൊലച്ചിരി. ഇവളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ചിരിയാണ് ഇവൾക്ക് മനസ്സിലാവും ജെയ്ഡ് ഇത്ര നേരം പറ്റിച്ചതാണ്. കാരണം അവൾ എത്ര നാളായിട്ട് ജെയ്ഡിനെ കാണുന്നത്, ആ ചിരി അവൾക്കറിയാം. അന്നേരത്തേന് ഇവൾ കുത്തണോ വേണ്ട എന്നുള്ള രീതി നിൽക്കുമ്പോഴത്തേന് ഇവൾക്ക് മനസ്സിലാവും ജെയ്ഡ് റയാനെയും ഡോക്ടർ ബെക്കിനെയും പറഞ്ഞ് പറ്റിച്ച്, ഇപ്പം എന്നെയും പറഞ്ഞ് പറ്റിച്ച് വില്യത്തിനെ കൂടി ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണെന്നുള്ള രീതി ഇവൾക്ക് മനസ്സിലാവും. അന്നേരം പക്ഷേ ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റയാൻ ഇവളെ കയ്യിൽ നിന്ന് ഇഞ്ചക്ഷൻ പിടിച്ച് മേടിച്ചിട്ട് അവൾ തന്നെ കുത്തിവെക്കും. വില്യം ഇങ്ങനെ ബോധം കെടാൻ നേരത്ത് ഇങ്ങനെ എമീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പ്ലീസ് ബി കെയർഫുൾ എന്നിവളെ നോക്കി പറയുന്നുണ്ട്. ഇവർക്ക് ശരിക്കും കുറ്റബോധം അടിക്കും. ഇവരെല്ലാം ഇറങ്ങിപ്പോവും. അന്നേരം വില്യത്തിൻ്റെ അടുത്ത് ഇവളിങ്ങനെ പറയും, നീ ഫൈറ്റ് ചെയ്യണം, ഞാൻ തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള വഴി കണ്ടുപിടിക്കാന്നുള്ള രീതി അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോരും. പക്ഷേ അവൾക്ക് ഇരുന്നിട്ടൊരു ഇരിക്കപ്രതി കാണത്തില്ല. അപ്പോൾ അവൾ ഡോക്ടർ ബെക്കിൻ്റെ അടുത്ത് ചെന്ന് മുട്ടും. ഡോക്ടർ ബെക്കിൻ്റെ അടുത്ത് പറയും, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ, ആൻഡ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പാസ്വേഡ് അടിക്കാൻ നോക്കിയിട്ട് അത് തുറക്കുന്ന കൂടിയില്ല, ഇവിടെ എന്തെങ്കിലും ഒരു ഫയർ വന്നാൽ എന്താ ചെയ്യുക എന്നുള്ള രീതി ഇങ്ങനെ പറയും. അപ്പോൾ ഡോക്ടർ ബെക്ക് ഭയങ്കര നീ എന്തേ പറയുന്നു, പാസ്വേഡ് മാറിയെന്നോ, എന്നിട്ട് ഇതുവരെ എൻ്റെ അടുത്ത് ആരും ഇതൊന്നും ഇൻഫോം ചെയ്യാത്ത, ഞാൻ ഇവിടുത്തെ അറ്റൻഡിങ് ഫിസിഷ്യനായിട്ട് ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ള രീതി ഭയങ്കര ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയും. അപ്പോൾ ഇതിന് എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം തോന്നി, ഒന്ന് ആരെങ്കിലും ബോധമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതി കുറച്ചെങ്കിലും ആശ്വാസം തോന്നും. എന്നിട്ട് അവളിങ്ങനെ പറയും, ഞാൻ റയാനടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഡോക്ടറെ ഞാൻ റയാനടുത്ത് പോയി ചോദിക്കട്ടെ, ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരോട് ചെന്ന് ചെക്ക് ചെയ്യുമ്പോഴും ബസ് സൗണ്ട് ആക്കിയേക്കുന്നത്. അപ്പം പറയും, ഞാൻ റയാനടുത്ത് പോയി ഒന്ന് നോക്കട്ടെ, ഞാൻ റയാനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ ബെക്ക് അങ്ങോട്ട് പോകും. അപ്പോഴാണ് ശരിക്കും എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീഴുന്നത്. അവളെ പേഷ്യൻ ലോഞ്ചിലെ സോഫയ്ക്കകത്തിരുന്ന് കുറച്ച് നേരം ഇരിക്കും. കുറച്ച് നേരം എന്നിട്ടും ബെക്കിനെ കാണാണ്ടാകുമ്പോൾ അവൾ ഫോണിനെടുത്ത് നോക്കുമായിരിക്കും. അപ്പോൾ അതാ ഒരു കട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാബിയുടെ കുറേ മെസ്സേജുകൾ കിടപ്പുണ്ട്, നീ എവിടെ കയറിയോ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ മെസ്സേജ് കിടപ്പുണ്ട്. ഏറ്റവും ലാസ്റ്റിലത്തെ മെസ്സേജ് ഇട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവൾ പിന്നെ അത് വായിച്ചു നോക്കി. മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു, ഡോക്ടർ ബെക്ക് ആൾ പൊളിയല്ലേ, അവിടെ 50 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ എന്നുള്ള രീതിയിലുള്ള മെസ്സേജാണ്. ഇവള് കണ്ടിട്ട് ഞെട്ടിപ്പോവും. 50 വർഷമോ, ഞാൻ പരിചയപ്പെട്ടൊരു 30 വയസ്സിൽ കൂടത്തില്ല അവന്, അപ്പം ഞാൻ പരിചയപ്പെട്ട ആരാ എന്നുള്ളൊരു ഓളും ഒന്നാമതേ കിളിയെല്ലാം പോയിരിക്കുക. അപ്പോഴത്തേനും നമുക്ക് ശരിക്കും മനസ്സിലാവും. അവൾ കയറിയപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, ഡോക്ടർ ബെക്കിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ആളുടെ കയ്യിൽ ബാഡ്ജില്ല, ആ ഒരു കോട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. അപ്പോൾ അയാൾ ആരാ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുമായിരിക്കും. അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടിയാൽ മതി എന്നായിരിക്കും. അപ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നും. അവൾ ടേബിളിൽ ഇരുന്ന ജഗ്ഗിൽ വെള്ളം എടുത്ത് വോളിലെ ലൈറ്റ് സോക്കറ്റിലെടുത്ത് എറിയും. അങ്ങനെ വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് കറണ്ട് പോകും. അപ്പോൾ അവളിങ്ങനെ നേരെ ആ ഡോർ ഉണ്ടല്ലേ, വാരടിയുടെ ഡോറിലോട്ട് നടക്കുമായിരിക്കും. അതിങ്ങനെ തുറക്കാൻ പോകുമ്പോഴത്തേനും അവളിങ്ങനെ പെട്ടെന്നൊരു കാര്യം കത്തും. അവൾ വന്നപ്പം ഈ കഥവ് തുറക്കുമ്പോൾ ശരിക്കും ഒരു അലാം കേൾക്കണ്ട, ആ വാർഡ് ഫുള്ള് ചുറ്റി തിരിഞ്ഞ് അത്ര റൂം ചെയ്ത് കേൾക്കുന്ന ഒരു വലിയ സൗണ്ട്. അവൾ അവിടുന്ന് കയറിയിട്ട് ഇതുവരെ ആ സൗണ്ട് കേട്ടിട്ടില്ല. പിന്നെ ഈ ക്യാമ വീട്ടിൽ പോയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് കേൾക്കേണ്ടതാണ്. അവൾ അത് എവിടെ നിന്നാലും അത് കേൾക്കേണ്ടതാണ്. ആൻഡ് അതവൾ കേട്ടിട്ടില്ല. അതിനർത്ഥം ക്യാമ ഇവിടെ തന്നെ ഉണ്ട്.
അവൾ നോട്ടം നേരെ പോയത് സെക്ലൂഷൻ 1 അവൾക്ക് ഇറങ്ങി ഓടാനുള്ള ഇതേ സമയമേ ഉള്ളൂ. പക്ഷേ അവൾക്ക് ക്യാമിനെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എത്ര പറഞ്ഞാലും അവൾ സ്നേഹിച്ച ചെറുക്കനാണ്. ഒരു ചെറിയ കാര്യത്തിന് ഇട്ടിട്ട് പോയതെങ്കിലും കുറച്ചൊക്കെ അവൻ അനുഭവിക്കണമെന്ന് തോന്നുമെങ്കിലും പക്ഷേ അവനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. അവനെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ അവൾക്ക് തോന്നിയില്ല. അവൾ സെക്ലൂഷൻ 1 ഡോറിൻ്റെ വാതിൽ തുറക്കും. അകത്ത് കയറുമ്പോൾ അവൾക്ക് മനസ്സിലാവും അവിടെ കയറേണ്ടിയിരുന്നില്ല. കാരണം അവിടെ നിന്ന് നല്ല ചോരയുടെ മണം അടിക്കുന്നു. അവൾ തൊടുന്ന നിലം എന്ന് പറഞ്ഞാൽ നല്ല വഴുക്കലുള്ള നിലം, താഴെ എന്തോ നല്ല ഫ്ലൂയിഡ് കിടക്കുന്ന പോലെ. പെട്ടെന്ന് ലൈറ്റ് വരും. കണ്ട കാഴ്ച കൊണ്ട് അവൾ ഞെട്ടിപ്പോവും. അവളെ കണ്ണ് ആദ്യം ഉടയ്ക്കുന്നത് മേരിയിലാണ്. മേരി അവിടെ ചലനമില്ലാതെ കിടക്കുന്നു. ആൻഡ് പിന്നെ നോക്കിയപ്പം ക്യാമറോണും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. അവനെ കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ആൾ മരിച്ചിട്ട് കുറേ നേരമായിരുന്നു. അവനെ കൂടാതെ 2 പേരോട് അവിടെ ഉണ്ട്. എനിക്ക് കാല് തിരിച്ചൊന്നും അനക്കാൻ പോലും പറ്റാത്തത് അവളവിടെ സ്റ്റക്കായി നിന്നു. പക്ഷേ അവൾക്ക് എങ്ങനെ ബോധം വലിച്ചിട്ട് അവൾ തിരിഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോഴത്തേന് ഡോറ് തുറന്ന് ഡോക്ടർ ബെക്ക് കയറി വരും. ആൻഡ് അവൻ സംസാരിച്ച് തുടങ്ങും. നിനക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറേയധികം ബുദ്ധിയുണ്ട്. പക്ഷെ നീ എന്താ ഇറങ്ങി ഓടാഞ്ഞ്? നിനക്ക് ഇറങ്ങി ഓടാൻ അവസരം ഉണ്ടായിട്ട് നീ എന്താ ഇറങ്ങി ഓടാഞ്ഞത്? നീ ഒരു നല്ല ചാൻസാണ് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. ആൻഡ് നമ്മളൊന്നും ഇത് ശരിക്കും പരിചയപ്പെട്ടിട്ടില്ലല്ലേ. എൻ്റെ പേര് ഡേമൻ സോയർ. ഞാനാണ് ജെയ്ഡിൻ്റെ ബോയ് ഫ്രണ്ട്. ആൻഡ് ഞങ്ങളാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഇട്ടത്. അപ്പോഴത്തേന് ജെയ്ഡ് ഞാനോട് കയറി വരും. ഇത് ജെയ്ഡ് പറയാൻ തുടങ്ങും. നിൻ്റെ പേര് ഈ വീക്കിൻ്റെ ലിസ്റ്റിൽ കണ്ടപ്പോൾ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇന്നാണ് എൻ്റെ പെർഫെക്റ്റ് നൈറ്റ്. അത് ഓൾമോസ്റ്റ് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് ദ ഗ്രേറ്റ് ക്രെഡിറ്റ് ഗോസ് ഫോർ ഡേമൻ സോയർ, മൈ ബോയ് ഫ്രണ്ട്. ആൻഡ് ഇന്നാണ് എൻ്റെ പെർഫെക്റ്റ് നൈറ്റ്. നിന്നെ കൂടെ കൂട്ടിയിട്ട് ഇവിടെ കത്തിക്കുമ്പോൾ എൻ്റെ നൈറ്റ് പൂർണ്ണമാവും. ഞങ്ങൾ എന്നിട്ട് ഇവിടെ രക്ഷപ്പെടും എന്നിങ്ങനെ പറയും. ആൻഡ് അവൾക്ക് മനസ്സിലാവും ഇന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ള രീതി മനസ്സിലാവും. അപ്പോഴത്തേന് ഈ റയാനെ ഇങ്ങനെ പറയാൻ തുടങ്ങും. ഞാനില്ലാതെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കും. അത് ഈ ഡേമൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവൻ ഉടനെ അവൻ്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഗണ്ണെടുത്ത് റയാനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ആൻഡ് ജെയ്ഡ് പറയും, നീ പേടിക്കണ്ട, ഇവളെല്ലാം ഞങ്ങൾ ഒഴിവാക്കാതിരുന്നത്, ഞങ്ങൾ 2 പേരും മാത്രമേ ഇവിടുന്ന് പുറത്തിറങ്ങുന്നുള്ള ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇല്ല. അവരുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ എത്ര മനസ്സാക്ഷി ഇല്ലാതെ കൊല്ലുന്ന ആളാണെന്ന് എന്നെ ഉറപ്പായിട്ടും കൊല്ലും. ആൻഡ് ഡേമൻ സോയർ ഇവളെ നേരെ ഇങ്ങനെ വരാൻ തുടങ്ങും. അതും ബെയർ ഹാൻഡ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് നല്ലോണം അറിയാം ആളെ ഫിസിക്ക് വെച്ച് ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇവളിങ്ങനെ പരാജയപ്പെട്ട് എന്നുള്ള രീതി നിൽക്കുമ്പോഴായിരിക്കും സ്പൈഡർ ഡാൻ്റെ വരവ്. ആളെ കയ്യിലൊരു ഡെൻ്റലിൻ്റെ ഇത് കാണും, ഡെൻ്റൽ ഫ്ലോക്കോ അങ്ങനെ ഒരു നൂലില്ലേ, അത് കാണും. അത് വെച്ച് ഇവൻ്റെ കൈത്തിൽ പിടിച്ച് ഇവൻ മുറുക്കി വലിക്കുമായിരിക്കും. ഡേമൻ സോയർ ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ വലിക്കും. അതായത് അത് ആ സമയം കൊണ്ട് ഇവർ രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴത്തേന് ജെയ്ഡ് വന്ന് ഇവിടെ തടയും. ജെയ്ഡ് ഇവിടെ തമ്മിൽ നല്ല അടിപിടി നടക്കും. അവളെ അവരൊക്കെ ഉരുടും. അന്നേരം എന്താ പറഞ്ഞാലും എമീനേക്കാളും ശക്തി ജെയ്ഡിനാ. അങ്ങനെ തോപ്പിക്കാൻ അവളെ കൊണ്ട് പറ്റത്തില്ല. എന്നിട്ട് എമി ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലും ഒരു ആയുധം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് മേരീൻ്റെ നിറ്റിംഗ് നീഡിലിനെ പറ്റി ഓർമ്മ വരുന്നത്. അവൾ അതെടുത്ത് ഒറ്റ കുത്തും ജെയ്ഡിനെ വയറ്റിലാണ് കുത്തുന്നത്. പക്ഷേ അത്യാവശ്യം അവൾ സൈഡാവും. അവൾ സ്പൈഡർ ഡാൻ്റെ എടുത്തോട്ട് പോകുമ്പോൾ സ്പൈഡർ ഡാൻ ഡേമൻ്റെ കുറച്ച് സൈഡാക്കി. കാരണം അത്ര ശ്വാസം കിട്ടാണ്ടായി പുള്ളി ബോധം പോകും ആരുടെ ഡേമൻ്റെ. അപ്പോൾ അവിടെ ശരിക്കും ആ വലിയ ഡോർ തുറക്കുന്നതിൻ്റെ അലാം കേൾക്കും. ജെയ്ഡിന് അത്യാവശ്യം പണിപാളിന്ന് മനസ്സിലാവും. അവിടേക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അവർ ഓടി വരും. ആൻഡ് അവരെ കണ്ട ഉടനെ ജെയ്ഡ് പ്ലേറ്റ് മാറ്റും. അവൾ പറയും, ഞാനാണ് ഇവിടുത്തെ നഴ്സായിട്ട് നിന്നത്, ഇവിടുത്തെ പേഷ്യൻ്റാണ്, ഇവളെന്നെ കുത്തി എന്നുള്ള രീതിയിലാക്കും. ഇത് കേട്ടിട്ട് എമിയുടെ കിളിയോ. എനിക്ക് അപ്പോഴത്തേന് എനർജി ഫുള്ള് തീർന്നു. നമുക്കിനി എന്തോ പറയേണ്ടത് എന്തോ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോഴത്തേന് മെഡിക്കൽ സോഷ്യൽ വർക്ക് എമീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. എന്നിട്ട് പറയാം, നീ ആ കുട്ടിയല്ലേ അനാട്ടമി ലാബ് എപ്പോഴും പാസ്വേഡ് തെറ്റിച്ച് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിലാക്കണം കുട്ടി. അവൾ പറയും, ഞാനാ കുട്ടി. അങ്ങനെ അവർക്ക് മനസ്സിലാവും സംഭവം. എന്നിട്ട് ജെയ്ഡിൻ്റെ കാര്യം, പക്ഷേ അവർ മെഡിക്കലായിട്ട് അവരെ രക്ഷിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കും, വില്ലത്തിനെ രക്ഷിക്കും. എമി ആ വാർഡിയുടെ ഡോറിൻ്റെ മുമ്പിൽ കൂടി ഇറങ്ങി വരുന്ന സീൻ കൊണ്ടാണ് ആ ബുക്ക് എനിക്കുന്നത്. അത്രയ്ക്ക് നല്ല ബുക്കാണ്. നല്ല കിട്ടില്ല. നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസസ് വെരി ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ശരിക്കും വായിച്ച് നോക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. ആൻഡ് താങ്ക് യു. കുറേ മിസ്റ്റേക്സ് ഉണ്ട്, ബട്ട് ഞാനതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് പിന്നെയും വരും. അടുത്ത ബുക്കുമായി അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും ബൈ.